ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് കുറച്ച് CC പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഗ്രീൻ CC ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മാക്സിമം കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അഗ്ലോണിമയുടെ 5 വെറൈറ്റിയുടെ ഒരു കോംബോ കൂടി ഉണ്ട് കേട്ടോ. പിന്നെയുള്ളത് കുറച്ച് സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണ് അഗ്ലോണിമയുടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു 5 പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ. ഡയമണ്ട് പിങ്ക്, റെഡ് ഏഞ്ചൽ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി, ഇത് ബ്യൂട്ടിയാണോ വാലന്റൈൻ ആണോ എന്ന് അറിയില്ല കേട്ടോ എനിക്ക്. പിന്നെ വന്നിട്ട് ഈ ഒരു സ്പാർക്ലിങ്, പിന്നെ അതേ വന്നിട്ട് ഈ ഒരു റോട്ടുണ്ട് കേട്ടോ. ഈ 5 പ്ലാന്റാണ് ഇന്നത്തെ കോംബോയിൽ നമുക്കുള്ളത്. 5 വെറൈറ്റി കേട്ടോ. ഈ കോംബോയുടെ റേറ്റ് വന്നിട്ട് 430 രൂപയാണ് കേട്ടോ. ഈ കോംബോയുടെ റേറ്റ് വരുന്നത് ഒറ്റ സെറ്റേ ഉള്ളൂ, എക്സ്ട്രാ നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. തീരെ പൊടിയല്ല, സീഡ്ലിങ്ങിനെ വിട്ട് വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. 3 ഇതേ കണ്ടോ, ഇത് ചെരിഞ്ഞിട്ട് നിൽക്കണം, അങ്ങനെ വളർന്നിട്ട്. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ കോംബോ, 5 വെറൈറ്റി. പിന്നെ നമുക്കുള്ളത് ഇതേ ഈ ഒരു സെറ്റാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഫിജി റെഡിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിൽ, ഗ്രോത്ത് വന്നത്. അത് സെയിലായിട്ട് ഇപ്പോൾ ഗ്രോത്ത് വന്നിട്ടുള്ള ഒരു 4 പ്ലാന്റാണ് കേട്ടോ ഫിജി റെഡിൻ്റെ നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതേ കണ്ടോ, ഇതിപ്പോൾ നനച്ചെടുത്തുള്ള ഞാൻ ഫിജി റെഡാണ്. അതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. 4 പ്ലാന്റാണുള്ളത്. ഫിജി റെഡ് 90 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 4 എണ്ണേ ഉള്ളൂ. പിന്നെയുള്ളത് കുറച്ച് ചെറുതാണ്, പിള്ളേയിൽ വലിപ്പം വരുന്നത് മാത്രം അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സെയിലിനിരുന്നത്. അപ്പോൾ ഇതാണ് 4 പ്ലാന്റ് കേട്ടോ. 90 റേറ്റ്. പിന്നെ നമുക്കുള്ളത് റെഡ് ഏഞ്ചലിൻ്റെ സീഡ്ലിങ് 1 2 3 4 5 6 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോയും ഇപ്പോഴത്തെ ഈ പ്ലാന്റ് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം വ്യത്യാസം ഉണ്ടെന്ന്. അത്രയ്ക്ക് ഇത് ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് ഏഞ്ചൽ ഇത് കണ്ടോ, ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അന്നേലൊക്കെ കുഞ്ഞ് പ്ലാന്റ് ആയിരുന്നു. ഇത് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ട് ഒക്കെ പുതിയ ലീഫ് വന്നുള്ളതാണ്. ഇതിലിങ്ങനെ 2 ഷൂട്ട് ആയിട്ടാണ് നിൽക്കണത്. അതെ, ഇതാണ് റെഡ് ഏഞ്ചൽ കേട്ടോ. റെഡ് ഏഞ്ചലിന് 65 രൂപയാണ് കേട്ടോ റെഡ് ഏഞ്ചലിന് റേറ്റ് വരുന്നത്. ഇത്ര പ്ലാന്റ് കേട്ടോ, 3 4 6 പ്ലാന്റാണ് കേട്ടോ റെഡ് ഏഞ്ചലിന് കൊടുക്കാനായിട്ടുള്ളത്. നമുക്ക് 65 രൂപയാണ് റേറ്റ് വരുന്നത്. ഫിജി റെഡിന് 90 റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ, എക്സ്ട്രാ ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല. കാരണം ഇതിലും ചെറുതാണ് ഇനിയുള്ളത്. വളരുന്നതിനനുസരിച്ചാണ് ഞാൻ സെയിലിനായിട്ട് ഇടുന്നത്. നമ്മൾ പുതിയതായിട്ട് ലോഡുകളൊന്നും ഇറക്കിയില്ല, ഇതൊക്കെ പഴയ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതിൽ. ഇപ്പോൾ ഈ CC പ്ലാന്റ് ആണെങ്കിലും പണ്ടത്തെ സ്റ്റോക്കാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓരോന്നാവണതിനനുസരിച്ച് എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ സെയിലിന് ഇടുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ CC പ്ലാന്റ് ആണ് കേട്ടോ. CC പ്ലാന്റിന് നമുക്ക് ഈ ഒരു ട്രൈ 25 എണ്ണങ്ങളാണ്, അതിലുള്ള അത്രയും നമുക്ക് കൊടുക്കാനുണ്ട്. 50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് CC പ്ലാന്റിന്. അപ്പോൾ ഉള്ളിൽ ബുഷിയായിട്ടുള്ളത് നോക്കിയിട്ട് നമ്മൾ തരും. CC പ്ലാന്റ് ഷൂട്ടുകളുള്ളത് നോക്കിയിട്ട് ഇതിൽ തരും കേട്ടോ. പിന്നെ നമുക്ക് CC പ്ലാന്റ് 2 എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് 60 രൂപ CCക്ക് നമുക്ക് പോട്ടോട് കൂടി അയച്ചു തരാൻ പറ്റും കേട്ടോ. 1 2 എണ്ണമൊക്കെ ആണെങ്കിൽ 60 രൂപയ്ക്ക് അയച്ചു തരാം. അതിന് മേലെ നിങ്ങൾക്ക് പോട്ടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ CC കുറച്ച് കൂടും, കാരണം നമുക്ക് പാക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല വോളിയം വരും. നമ്മൾ 2 എണ്ണം ആകുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് വെച്ചാക്കും. ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം വരെ നമുക്ക് 60 സെൻറ്റിമീറ്ററിനുള്ളിൽ ലെങ്ത്തിലാക്കാൻ പറ്റും. അതിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്തിൽ പറ്റില്ല, ഓപ്പോസിറ്റ് വെച്ചിട്ടാവും ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഒരു വോളിയം വരും. മാക്സിമം ഞാൻ 3 എണ്ണമായിട്ടുള്ളത് എടുക്കാറില്ല, 2 എണ്ണമായിട്ട് ഒക്കെ ആണെങ്കിൽ ഇതോടുകൂടി അയക്കുള്ളൂ. 3 എണ്ണമൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് അയക്കാറ് കേട്ടോ. നമുക്ക് പാക്കിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്റ്സ്. CCക്ക് 50 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ കൊറിയർ വന്നിട്ട് മൺഡേ അല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ കൊറിയർ നമ്മൾ മൺഡേ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൊറിയർ വന്നിട്ട് ഒരു ബുധൻ വ്യാഴം അങ്ങനെ ആയിട്ടാവട്ടോ വരാം. കാരണം ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കണതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ണിയുള്ള കാരണം പാക്കിംഗ് ഒക്കെ ടഫാണ്, ബുദ്ധിമുട്ടാണ്. ഇടയിൽ നേരം കിട്ടുന്നത് നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ. പിന്നെ കൊണ്ടു കൊടുക്കുന്നത് ഞാനല്ല, വേറൊരാളാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം മൺഡേയിൽ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് അയക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബുധൻ വ്യാഴം മാക്സിമം ബുധനാഴ്ചയായിട്ട് ആയിരിക്കും അയക്കുക.
പിന്നെ പറയാനുള്ളൊരു കാര്യം, ഞാൻ എല്ലാ തവണയും പറയാറുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ ഞാൻ കറക്റ്റായിട്ട് അയക്കും. ഒരാളോടും പ്ലാന്റ് ഞാൻ നീട്ടി കൊണ്ടുപോകാറില്ല. മാക്സിമം എത്രയും പെട്ടെന്ന് അയക്കണം, അത്രയും സൗകര്യമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഓർഡർ തരുന്നവരോട് ഞാൻ പ്രത്യേകം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്നാ അയക്കുക എന്നുള്ളത്. അയക്കണേൽ മുപ്പാട് നമ്മൾ വീഡിയോസും ഇട്ട് തരുന്നതാണ്. നിങ്ങൾ എനിക്ക് ഓർഡർ തന്നു കഴിയുമ്പോൾ വെറുതെ നമ്മൾ പ്ലാന്റ് റിമൂവ് ചെയ്ത് കാണിച്ചു തരില്ല. അയക്കണ അന്നാണ് നമ്മൾ ഓരോ പ്ലാന്റും റിമൂവ് ചെയ്ത് റൂട്ടടക്കം കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് അയക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് അറിയാം 1-2 ദിവസം ചെടി കിട്ടാനായിട്ട്. അതിന് മുകളിൽ വരാണെങ്കിൽ രണ്ടാമത്തെ ദിവസം പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം. 3-4-5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പം നിങ്ങൾക്കത് വാങ്ങിത്തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ഓർഡർ തരുമ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് അയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. നിങ്ങൾക്കെല്ലാം കാണിച്ചെന്ന് അയച്ച് ട്രാക്കിംഗ് കോഡ് ചോദിക്കുന്നവർക്ക് ഞാൻ ഇട്ട് കൊടുക്കും. പൊതുവെ ആരും ചോദിക്കാറില്ല, ചിലവർ ചോദിക്കും ഒരു ദിവസം കഴിഞ്ഞ് കിട്ടാനാകുമ്പോൾ, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. അതിന് മേലെ നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ അറിയിച്ചാലാണ് നമുക്ക് വിളിച്ച് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ അറിയിക്കാതെ ഇരിക്കരുത്. മാക്സിമം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം. 4-5 ദിവസം കഴിഞ്ഞ് അറിയിച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, കാരണം അങ്ങനെ വൈകും തന്നെ എന്തെങ്കിലും മിസ്സിങ് വരുമ്പോഴാണ്. അപ്പോൾ അത്രയും ദിവസം കഴിയുമ്പോൾ പ്ലാന്റാണ് നമ്മൾ പുറമേക്ക് ചെയ്യണ പോലെ കേരളത്തിനുള്ളിൽ അത്ര സേഫ്റ്റി നമ്മൾ കൊടുക്കില്ല. കാരണം നമ്മൾ അത്രയും സേഫ്റ്റിയിൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പൈസ നിങ്ങൾക്കും കൂടും. അപ്പോൾ 2-3 ദിവസം, അതായത് 1-2 ദിവസം അത്രയും തന്നെ വരുള്ളൂ. അതിന് മേലെ വരുമ്പോൾ എന്നെ അറിയിക്കുക കേട്ടോ. രണ്ടാമത്തെ ദിവസം തന്നെ കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.